ബിഗ് ബോസ് വീടിനുള്ളിൽ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ കാണുന്നു, ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത് വേറെ ആരുമല്ല, ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായിരുന്ന നമ്മുടെ നോറയാണ്. ഇതിൻ്റെ കൂട്ട് നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജാസ്മിൻ്റെയൊക്കെ അടുത്ത ഫ്രണ്ടായ നമ്മുടെ റസ്മിനാണ്. അപ്പം നോറയ്ക്ക് ആദ്യം എന്താ ചെയ്തതെന്ന് പറയണമല്ലോ. നോറ ബാത്റൂമിനുള്ളിൽ കയറുന്നു, മൈക്കൊക്കെ ഉരി വെച്ചിട്ടാണ് കയറുന്നത്. ബാത്റൂമിനുള്ളിൽ കയറുന്നു. അപ്പോൾ റസ്മിൻ പുറത്ത് ഡോറിൽ വന്ന് നിൽക്കുന്നു. അപ്പം നോറ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയും, നമുക്ക് ചെറുതായിട്ട് കേൾക്കാൻ കേട്ടാം. എന്തൊക്കെയോ കാര്യങ്ങൾ റസ്മിനോട് പറയുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും റസ്മിനും കൂടി ബാത്റൂമിനുള്ളിലേക്ക് കയറുന്നു. ഒരു ബാത്റൂമിൽ 2 പേര്, കുഴപ്പമില്ല. ഒരു ബാത്റൂമിൽ 2 പേര് പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഒരു ബാത്റൂമിൽ 2 പേര്. എന്നിട്ട് അതിനുള്ളിൽ വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും 2 പേര് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബാത്റൂമിനുള്ളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്ന് പറയുന്നത് വേണ്ടാത്ത പരിപാടിയാണ്. കാരണം മൈക്ക് ഊരി വെച്ച് അതിൻ്റെ ഉള്ളിൽ കയറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ജിൻഡോ പണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവർ ബാത്റൂമിനുള്ളിൽ കയറിയിട്ടാണ് ഡിസ്കഷൻ, ആൾക്കാർ കേൾക്കാതെ. അത് സത്യമാണെന്ന് ഇപ്പോൾ ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങളെ തെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു തെറ്റിത്തരാണ്. അതിപ്പം ആരെങ്കിലും ലാലേട്ടനൊക്കെ വരുമ്പോൾ ചോദിക്കുമല്ലോ എന്നൊക്കെ കണ്ടറിയാം, എന്താവുമെന്ന് അറിയില്ല. അവൻ നോറയ്ക്ക് പൊള്ളാൻ കാരണം നമ്മുടെ ജിൻഡോ നല്ല രീതിയിലൊരു ടാസ്ക് കിട്ടി, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു. അന്നത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിൽ കണ്ടൻറ്റുകൾ ഒന്നുമില്ലായിരുന്നു, ഭയങ്കര ക്ഷാമമായിരുന്നു കണ്ടൻറ്റിന്. പക്ഷേ ജിൻഡോയും നമ്മുടെ നോറയും കൂടി സംഭവം തകർത്തു. നോറ തകർത്തില്ല, ജിൻഡോയാണ് തകർത്തത്. അതായത് ജിൻഡോൻ്റെ കൈയും നോറേൻ്റെ കൈയും കൂടി കൂട്ടി കെട്ടിയിട്ട് ജിൻഡോ ചെയ്യുന്ന എല്ലാ പരിപാടിയും നോറ ചെയ്യേണ്ടതായിട്ട് വന്നു. ജിൻഡോയ്ക്ക് കുറച്ച് ഫിസിക്കൊക്കെ കൂടുതലുള്ള മനുഷ്യനായതുകൊണ്ടും ക്രിയേറ്റീവായിട്ട് കണ്ടൻറ്റ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടും വളരെ വൃത്തിയായ രീതിയിൽ ജിൻഡോ കൈകാര്യം ചെയ്തു. അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് അത് അവിടെ എവിടെയെങ്കിലും പോയിരുന്നാൽ മതി, വേറെ പണിയൊന്നുമില്ല. ജിൻഡോയ്ക്കും പണിയില്ല, നോറയ്ക്കും പണിയില്ല, അവിടെ പോയിരുന്നാൽ മതി. പക്ഷേ ജിൻഡോ വളരെ ക്രിയേറ്റീവായിട്ട് ദിവസവും വെച്ച് പൈസ മേടിക്കുന്നില്ല. റിനോഷ് പറയുന്ന കേട്ടു, ദിവസത്തിൽ 10,000 രൂപ വെച്ചായിരുന്നു റിനോഷിനെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ അത്രയും വെച്ചുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദിവസം ഇത്രയും പൈസ മേടിക്കുന്നതല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് കൊടുക്കാൻ ജിയോ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. കറക്റ്റായിട്ട് ചെയ്തു. വെളുത്ത് പോയെന്ന് പുഷപ്പ് അടിക്കുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, കൈ പൊക്കുക, കൈ ആട്ടുക, നോറേനെ കൊണ്ട് പറ്റുന്ന പരിപാടികൾ മൊത്തം ചെയ്യിച്ചു. നോറ കിടന്ന് ഭയങ്കര ചൂടാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിനും വന്ന് കിടന്ന് നോറയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ജിൻഡോ അതൊന്നും മൈൻഡാക്കുന്നില്ല. പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അത് വളരെ നല്ല രീതിയിൽ ജിൻഡോ തന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, സംഭവം ഇഷ്ടപ്പെട്ടു. അതാണ് നോറയ്ക്ക് പൊള്ളാൻ കാരണം. അപ്പോൾ ഇതിന് നോറ ബാത്റൂമിൽ പോകുന്നു, എന്തൊക്കെയോ പറയുന്നു, കൂടെ റസ്മിനെയും കയറ്റുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാം. ഇതിൻ്റെ പേരിൽ എന്തൊക്കെ നടപടി ഉണ്ടാകുമെന്നൊക്കെ കണ്ടറിയാം.